ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂർ പോയതിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബൃന്ദാവൻ ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയുടെ അടുത്ത് 5 മണി 5:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും 6 മണിയായി. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്രൗഡ് കേട്ടോ. വലിയ പ്രതീക്ഷ ഒന്നും വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്തോ കാര്യമായിട്ട് കാണാനുണ്ടെന്ന്. അങ്ങനെ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ഈ റോഡ് സൈഡിലുള്ള ഈ കടകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ചിലത് പറ്റുന്നതേ നമ്മൾ വാങ്ങും, അല്ലാത്തതാണെങ്കിലും കൂടി അവിടെ പോയി നിന്ന് ജസ്റ്റ് ഇങ്ങനെ അതൊക്കെ കണ്ണോടിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുകയാണ് കേട്ടോ. ഇവിടെ നടക്കുന്ന വാട്ടർ ലൈറ്റ് ഷോ ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട്, അത് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ സമയം ആയതുകൊണ്ട് നമുക്കത് പറ്റില്ല. പകലാണെന്നുണ്ടെങ്കിൽ നടക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു മേൽപ്പാലത്തിലൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പക്ഷെ ഇവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി നമ്മൾ കെയർ തന്നെ വേണം. ഞാൻ തന്നെ ഒരുപാട് പേടിച്ച്, വലിയ മക്കളാണ്, പക്ഷെ ഒരുപാട് പേടിയുണ്ടായിരുന്നു. ജസ്റ്റ് ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് പോയിരുന്നത്. കാര്യം അത്രയും തിരക്ക്. ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അവരെ കണ്ടെത്താനാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ഇവിടെ എത്തി നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അങ്ങനെ വെള്ളത്തിൻ്റെ പല വിധത്തിലുള്ള നൃത്തങ്ങളും കണ്ടുട്ടാ, പല കളറുകളായിട്ട് ആകെ 7 നിറങ്ങളിലുള്ള വർണ്ണങ്ങളാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് മനസ്സൊക്കെ ഒന്ന് നല്ല സന്തോഷമായൊരു നിമിഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ ശരിക്കും ഇരുന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അതിൽ നിരാശപ്പെട്ടു. അപ്പോഴാണ് അറിയുന്നത് ഓരോ ബാച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാച്ച് നമുക്ക് അവർ സോങ് നിർത്തുന്ന സമയത്ത് കയറാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഇവരുടെ ഈ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഈ മുകളിലിരിക്കുന്നവരൊക്കെ ഇറങ്ങി നെക്സ്റ്റ് ബാച്ച് കയറലായി. അപ്പോൾ ഞാനൊക്കെ വേഗം തിരക്കിൻ്റെ ഉള്ളിൽ കൂടി ഇക്കാൻ്റെ കൈ എങ്ങനെയൊക്കെ പിടിച്ച് വലിച്ച് മുകളിലേക്ക് കയറി വേഗം പോയിരുന്നു കേട്ടോ. ഇത് കാണണം എന്നുള്ള ആവേശമായി. നല്ല സോങ്ങും വാട്ടർ ലൈറ്റ് ഷോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ട് അപ്പം മൊത്തത്തിലുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാരണം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സംഭവം ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ആ ഒരു സമയത്താണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തൊക്കെ മനുഷ്യൻ്റെ കഴിവുകളാണല്ലേ, ഇതൊക്കെ മനുഷ്യനിർമ്മിതമല്ലേ, അത്ഭുതം തന്നെയാണ്. എന്തായാലും അങ്ങനെ അതൊക്കെ കണ്ടു. നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചായ കുടിക്കണം എന്ന് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാനുള്ളത് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മക്കൾ പറഞ്ഞിരുന്നു അവിടെ പോകണം എന്നുള്ളത്. ഇപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെ പോകുന്ന വഴി കുറേ മൺപാത്രങ്ങളും ഭരണിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ഈ വരുന്ന ഒരു സർക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടെത്തും. അവിടെ എത്താറായിട്ടോ. ഏകദേശം അവിടെ എത്തിയപ്പോഴേക്ക് സമയം 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തി വണ്ടി നിർത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ ജസ്റ്റ് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കയും മോളും ആദ്യം നടക്കുകയാണ്, ബാക്കിൽ ഞാനും മക്കളും ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളും, പിന്നെ ഞാൻ ക്യാമറയും പിടിച്ച് അങ്ങനെ നടന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ഷോപ്പ്, മൈസൂർ പാക്ക് എന്ന് എഴുതിയിട്ടില്ലേ, ഇതാണ് ആ ഷോപ്പ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് ഓരോ കോഫിയും കുടിച്ച് ഞങ്ങൾ അങ്ങനെ പിന്നെ ഈ ഷോപ്പിലേക്ക് കയറിയിട്ടാ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാ വെറൈറ്റീസും ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 3-4 ഐറ്റംസൊക്കെ വാങ്ങി അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കഴിച്ചതിൻ്റെ പുറമെ കുറച്ച് നമുക്ക് കയ്യിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ താഴെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറൽ ശരിയല്ലല്ലോ. അപ്പം നോക്കുമ്പോൾ ഡെയിലി അവർ മെഷീനറി എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ. അത്രയും നല്ല പ്യുവറായിട്ടുള്ള നല്ല സംഭവങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത്. അവർ തന്നെ ഉണ്ടാക്കുന്നു, അവർ തന്നെ അത് വിൽപ്പന നടത്തുന്നു. അങ്ങനെ അവിടുന്ന് പല ഭാഗങ്ങളിലേക്കും ഇത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവർ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ പാവം ക്യാമറയും പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഉള്ളിൽ കയറാനേ പറ്റില്ല. ഓരോ മെഷീനറിയും എല്ലാം നല്ല ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞാലാണ് അവരിത് വീണ്ടും എടുക്കുന്നത്. അങ്ങനെ മക്കളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. കൂടെ അവിടുന്ന് 1-2 ഡ്രിങ്ക്സും വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്യാണ് പുറത്ത് വന്നിട്ട്.
എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായി. ഞങ്ങൾ പറഞ്ഞു ക്യാഷ് മുതലായി. വാട്ടർ ലൈറ്റ് ഷോ കണ്ടതും ഇവിടെ കയറിയതൊക്കെ വന്നതിൽ മോശമായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഓക്കെ.